അടുത്ത ഞായറാഴ്ച രാവിലെ മുതൽ നമ്മുടെ ഈ NH താൽക്കാലികമായിട്ട് അടച്ചു. അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ റോഡിൽ കട്ട പതിക്കുന്നതിനു പുറമെ ഗതാഗത പരിഷ്കരണവും നടത്തിയേക്കും. നഗരത്തിൽ ഡിവൈഡറുകളും റൗണ്ട് അബൌട്ടുകളും സ്ഥാപിച്ച് വൺ വേ സംവിധാനത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് ചേർന്ന ഉന്നത സമിതി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ചർച്ച നടന്നത്. നാളെ അങ്ങാടിപ്പുറത്ത് ചേരുന്ന യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 4 ഇരട്ടി കളക്ഷനുകളും 50% വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ റോഡ് പൂർണ്ണമായും അടച്ചിട്ട് കട്ടപതിക്കുന്നതിനു പുറമെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കുമ്പോൾ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാനും ആലോചനയുണ്ട്. അങ്ങാടിപ്പുറം ടൌണിൽ ഡിവൈഡറുകളും റൌണ്ട് അബൌട്ടുകളും സ്ഥാപിച്ച് വൺ വേ സംവിധാനത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന ഉന്നത സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ഇതിനായി കോഴിക്കോട് റോഡിൽ വീതി കൂടിയ ഭാഗത്ത് താൽക്കാലിക റൌണ്ട് അബൌട്ട് നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത്. വളാഞ്ചേരി ഭാഗത്തുനിന്നും പരിയാപുരം ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ ഇടതുവശം ചേർന്നുപോയി കോഴിക്കോട് റോഡിൽ സ്ഥാപിക്കുന്ന റൌണ്ട് അബൌട്ട് വഴി തിരിഞ്ഞ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് കടന്നുപോകുന്ന വിധത്തിൽ ട്രാഫിക് പരിഷ്കരണം നടത്താനാണ് ആലോചന. കോഴിക്കോട് റോഡിൽ നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നവർ പാലത്തിനടിയിലൂടെ ടേൺ എടുത്ത് വളാഞ്ചേരി റോഡിലേക്ക് പ്രവേശിക്കാനുമാണ് ധാരണയുണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ സാധ്യത പരിശോധിക്കാനും അന്തിമ തീരുമാനമെടുക്കാനും ഡിവൈഎസ്പി, RTO, NH, PWD അധികൃതർ അടങ്ങുന്ന സംയുക്ത സംഘം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് അങ്ങാടിപ്പുറത്ത് പരിശോധന നടത്തും. ഒരാഴ്ചയോളം മേൽപ്പാലവും റോഡും അടച്ചിട്ട് നവീകരണ പ്രവൃത്തികൾ നടത്തുമ്പോൾ വാഹനങ്ങൾ വഴിതിരിഞ്ഞ് യാത്ര തുടരണമെന്നും യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. കളക്ടറുടെ ചേംബറിൽ മഞ്ഞളാംകുഴി അലി MLA, നജീബ് കാന്തപുരം MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. അടുത്ത ഞായറാഴ്ച രാവിലെ മുതൽ നമ്മുടെ ഈ NH താൽക്കാലികമായിട്ട് അടച്ചു. ഒരാഴ്ചക്കകം അവിടെ ആ താഴത്തുള്ള നമ്മുടെ ബ്ലോക്ക് പിരിക്കും. അതിനുശേഷം അതുപോലെ തന്നെ അതിലുള്ള ഇടയിലുള്ള കുഴികൾ അതുപോലെ തന്നെയൊക്കെ അടക്കും. അങ്ങാടിപ്പുറം മുതൽ ഇതുവരെയുള്ള കുഴികളാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രാഫിക്കിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് എല്ലാ ആൾക്കാരും പല ദേശത്തു നിന്നുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് ശരിയാകാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ RTOയും ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് സജഷൻ കളക്ടർ കൊടുക്കുന്നത്. ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസിങ് കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റും. ട്രാഫിക്കിൻ്റെ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ കുഴി രൂപപ്പെട്ടതാണ്. അതിന് അലി സാഹിബിൻ്റെ MLA ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിച്ചുകൊണ്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വെച്ച ഒരു കാര്യം, കൃത്യമായ ഒരു ആസൂത്രണവും ഒരു പദ്ധതിയും ആവിഷ്കരിച്ചാൽ നമുക്ക് ഈ വാഹനങ്ങളുടെ ഫ്ലോ കൃത്യമായിട്ട് ആ ഒഴുക്ക് നമുക്ക് തുടരാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാരുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അതിനൊരു കൃത്യമായ പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങാടിപ്പുറത്ത് പാലത്തിന് മുൻവശത്തെ റോഡിൽ ടാറിംഗ് ചെയ്താലും ശാശ്വത പരിഹാരമാകില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കട്ടപതിച്ച് നവീകരിക്കുന്നത്. ഏറെ സമരമുറകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് റോഡ് നവീകരണത്തിനും ബ്ലോക്ക് പരിഹരിക്കുന്ന വിഷയത്തിലും അധികൃതരുടെ ഇടപെടലുണ്ടാകുന്നത്. വിഷയത്തിൽ നിരവധി തവണ അധികൃതരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടും ജനങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടിയും ടുഡേ ന്യൂസും വാർത്ത നൽകിയിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി. വിലക്കുറവിന്റെ ഉത്സവം തുടങ്ങി. 4 ഇരട്ടി കളക്ഷൻ ഉണ്ടാവും. മലയാളികൾക്ക് ആടി സെയിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആടി സെയിലാണ്. 4 ഇരട്ടി കളക്ഷനുകളും 50% വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം.
പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.